ഹായ് ഹലോ വെൽക്കം ടു ഫൂട്ടി അരീന. കഴിഞ്ഞ യുഎഫ യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിനും ജർമ്മനിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത്. ഒന്നിനെതിരെ 2 ഗോളുകൾക്ക് ആ മത്സരത്തിൽ സ്പെയിൻ വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. വളരെ ആവേശഭരിതമായ ഒരു മത്സരം തന്നെയായിരുന്നു നടന്നിരുന്നത്. മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യാൻ യുവ പ്രതിഭയായ ലാമിൻ യമാലിന് കഴിഞ്ഞിരുന്നു. 51-ാമത്തെ മിനിറ്റിൽ ഡാനി ഓൽമോ നേടിയ ഗോളിന് അസിസ്റ്റ് നൽകിയത് ലാമിൻ യമാലായിരുന്നു. പിന്നീട് 63-ാമത്തെ മിനിറ്റിൽ പരിശീലകൻ അദ്ദേഹത്തെ പിൻവലിക്കുകയും ചെയ്തിരുന്നു. ആ മത്സരത്തിൽ ലാമിൻ യമാലിന് നേരിടേണ്ടി വന്നിരുന്നത് ഡേവിഡ് റൗം എന്ന ആ ഒരു ജർമ്മൻ പ്രതിരോധ നിര താരത്തെയായിരുന്നു. ആ താരത്തെക്കുറിച്ച് യമാൽ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് താൻ ഇതുവരെ നേരിട്ടതിലെ ഏറ്റവും കടുപ്പമേറിയ എതിരാളി അത് റൗമാണ് എന്നാണ് ഇപ്പോൾ ലാമിൻ യമാൽ പറഞ്ഞിട്ടുള്ളത്. യൂറോ കപ്പിലെ ആ ഒരു മത്സരത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പരാമർശിച്ചിട്ടുള്ളത്. യമാലിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ നേരിട്ട ഏറ്റവും കടുത്ത എതിരാളി അത് റൗമാണ്. ജർമ്മനിയുടെയും ലീപ്സിഗിന്റെയും ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന താരമാണ് അദ്ദേഹം. ഒരു കടുത്ത ഡിഫൻഡറാണ് അദ്ദേഹം. മറികടക്കാൻ വളരെയധികം പ്രയാസമുള്ള ഒരു കടുത്ത എതിരാളിയാണ് താൻ എന്ന കാര്യം അദ്ദേഹം കഴിഞ്ഞ യൂറോ കപ്പിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ തന്നെ തെളിയിക്കുകയായിരുന്നു. ഇതാണ് ലാമിൻ യമാൽ ഇപ്പോൾ ട്യൂട്ടോ സ്പോർട്ടിനോട് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഈ സമീപകാലത്ത് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന താരമാണ് ലാമിൻ യമാൽ. ഈ ഒരു ഗോൾഡൻ ബോയ് പുരസ്കാരമൊക്കെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഈ ഒരു 17-ാമത്തെ വയസ്സിൽ തന്നെ ഒരുപിടി റെക്കോർഡുകളും അവാർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ലാലിഗയിൽ 5 ഗോളുകളും 9 അസിസ്റ്റുകളും പൂർത്തിയാക്കാൻ യമാലിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ സമീപകാലത്ത് ചെറിയ ചില പരിക്കുകൾ അദ്ദേഹത്തെ ഇപ്പോൾ വേട്ടയാടുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി കൊണ്ട് കാണാം.